ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം ഏതാണ്ട് യൂറോപ്പിനോളം തന്നെ വലിപ്പത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സഹാറ മരുഭൂമിയും തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന വനപ്രദേശമായ ആമസോൺ മഴക്കാടുകളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. സൂര്യന്റെ തീക്ഷ്ണതയിൽ ചുട്ടുപൊള്ളുന്ന മരുക്കാടായ സഹാറയാണ് ആമസോണിലെ വന്യതയെ കാത്തുസൂക്ഷിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ആ മൂലക ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഏറ്റവും വലിയ മഴക്കാടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾക്ക് ജീവനേകുന്നത് ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. ആമസോൺ എന്ന നിബിഡ വനാന്തരത്തിന് ഫോസ്ഫറസ് നൽകി കാത്തു സംരക്ഷിക്കുന്നത് സഹാറ മരുഭൂമിയാണ്. ഇവർ തമ്മിലുള്ള അവിശ്വസനീയമായ ബന്ധം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുമുണ്ട്. ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം സഹാറ മരുഭൂമി അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വീശുന്ന മരുഭൂമിയുടെ പൊടിപടലങ്ങൾ വഴി ആമസോൺ മഴക്കാടുകളിൽ ഫോസ്ഫറസ് നിറയ്ക്കുന്നുവെന്ന് സിദ്ധാന്തിക്കുന്നതാണ്. ഇതൊരു ചെറിയ ലോകമാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മേരിലാൻഡ്സ് യൂണിവേഴ്സിറ്റിയും നാസയുടെ ഗൊദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററും നടത്തുന്ന എർത്ത് സിസ്റ്റം സയൻസ് ഇന്റർ ഡിസിപ്ലിനറി സെന്ററുമായ പ്രധാന എഴുത്തുകാരനായ ഹോങ് ബിൻ യു അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. അതായത് നോക്കുമ്പോൾ പരസ്പരം ബന്ധമില്ലെന്ന് തോന്നുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധമെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇത്. ഭൂമിയുടെ ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം തന്നെ ഹരിതാപം നിറച്ച് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിലെ ഒട്ടുമിക്കതും ഒളിപ്പിച്ചു വെച്ച സുന്ദരിയാണ് ആമസോണ്. എന്നാൽ ആമസോണിന്റെ മണ്ണിന് ഒരു പ്രശ്നമുണ്ട്. വനത്തിലെ 90% മണ്ണിലും ഫോസ്ഫറസ് കുറവാണ്. ഇതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണല്ല ആമസോണിൻ്റെത് എന്ന് വിധി എഴുതി നിരവധി ആളുകൾ ഇവിടെ നിന്നും മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ആമസോണിലെ നദീതടങ്ങളിലൂടെ ഓരോ വർഷവും 10,000 ടൺ നൈട്രജനും ഒഴുകിപ്പോകുന്നുണ്ട്. ആമസോണിലെ ഫോസ്ഫറസ് ദാരിദ്ര്യം പരിഹരിക്കാനെത്തുന്നത് മറ്റാരുമല്ല, അത് സഹാറ മരുഭൂമിയാണ്. അതെ, മഴക്കാടുകൾ അതിൻ്റെ നഷ്ടപ്പെട്ട ഫോസ്ഫറസ് എങ്ങനെ നിറയ്ക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പൊടിയിലൂടെ എന്ന് തന്നെയാണ്. പലതരത്തിലും പൊടി വളരെ പ്രധാനമാണെന്ന് അറിയാമല്ലോ. ഇത് ഭൗമവ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ്. പൊടി കാലാവസ്ഥയെ ബാധിക്കും, അതേസമയം കാലാവസ്ഥാ വ്യതിയാനം പൊടിയെയും ബാധിക്കും. യുവിൻ്റെ വിലയിരുത്തലായിരുന്നു ഇത്. 2007 മുതൽ 2013 വരെയുള്ള നാസയുടെ ഉപഗ്രഹമായ ക്ലൗഡ് എയറോസോൾ ലിഡാർ ഇൻഫ്രാറെഡ് പാത്ത് ഫൈൻഡർ സാറ്റലൈറ്റ് ഒബ്സർവേഷൻ അതായത് കാലിപ്സോ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് സഹാറ മരുഭൂമിയിൽ നിന്ന് ആമസോണിലേക്ക് എത്രമാത്രം പൊടി എത്തുന്നുവെന്ന് യുവും സംഘവും കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടന്നതും. സംഘം പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പൊടി കൈമാറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. സഹാറയിൽ നിന്ന് ശരാശരി 27.7 ദശലക്ഷം ടൺ പൊടിയാണ് ആമസോണിൽ എത്തുന്നത്. ഇവിടെ പ്രസക്തിയേറുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പൊടിയുടെ ഒരു ചെറിയ ശതമാനം, അതായത് 0.08% ഫോസ്ഫറസ് ആണ് എന്നതാണ്. ആമസോണിന്റെ മണ്ണിൽ നിന്ന് നദി കൊണ്ടുപോകുന്നത്ര ഫോസ്ഫറസ് ഇതിലൂടെ അവയ്ക്ക് കിട്ടുന്നുമുണ്ട്. മൊത്തത്തിൽ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് സഹാറയിൽ നിന്ന് പ്രതിവർഷം ആമസോണിൽ എത്തുന്ന ഫോസ്ഫറസിന്റെ അളവ് 22,000 ടൺ, അതായത് മഴക്കാടുകൾക്ക് നദികൾക്ക് എത്രമാത്രം നഷ്ടപ്പെടുന്നു എന്നതിന് തുല്യമാണ് എന്ന് തന്നെയാണ്. ദീർഘകാലത്തേക്ക് ആമസോൺ മഴക്കാടുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആഫ്രിക്കൻ പൊടിക്ക് സുപ്രധാനമായ പങ്കുണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ആഫ്രിക്കൻ പൊടിയിൽ നിന്നുള്ള ഫോസ്ഫറസ് ഇൻപുട്ട് ഇല്ലെങ്കിൽ ജലവൈദ്യുത നഷ്ടം മണ്ണിലെ ഫോസ്ഫറസ് റിസർവോയറിനെ പതിറ്റാണ്ടുകളോളോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ ആയി ഇല്ലാതാക്കുകയും ആമസോൺ മഴക്കാടുകളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട്. ആമസോണിന്റെ ഫോസ്ഫറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം ചാഡിലെ ബൊഡല്ല ഡിപ്രഷനിൽ നിന്നുള്ള പൊടിയാണ് എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ പുരാതന തടാകത്തിൽ നിന്ന് അടിക്കടി വീശുന്ന പൊടിക്കാറ്റിൽ വൻതോതിൽ ചത്ത സൂക്ഷ്മാണുക്കളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസാൽ സമ്പുഷ്ടവുമാണ് ഈ പൊടിക്കാറ്റ്. 7 വർഷത്തെ ഗവേഷണത്തിനിടെ സഹാറയിൽ നിന്ന് ആമസോണിൽ എത്തുന്ന പൊടിയുടെ അളവ് വളരെ വ്യത്യാസപ്പെട്ടിരുന്നുവെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. സഹാറയുടെ തെക്ക് ഭാഗത്തുള്ള വരണ്ട പ്രദേശങ്ങളുടെ വിശാലമായ പ്രദേശമായ സഹേലിലെ മഴ വ്യതിയാനത്തിന് കാരണമായേക്കുമെന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്നിരുന്നാലും സഹാറയും ആമസോണും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്ന മറ്റ് അറിവുകളുടെ പിന്നാലെയാണ് ഇന്ന് ഗവേഷകർ സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കാര്യം മനസ്സിലായില്ലേ? ആമസോണിലെ വന്യത കാത്തു സൂക്ഷിക്കുന്നതിൽ സഹാറ മരുഭൂമിക്കുള്ള പങ്ക്. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണേ.